ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ പറയാണ്. ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാത്രം കറക്റ്റായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇഡ്ഡലി തട്ടിൽ നമുക്ക് ആ തട്ടിൽ നെയ്യോ പിന്നെ വെളിച്ചെണ്ണയോ തൂക്കാം. അപ്പോൾ ആ കുഴിയിൽ നെയ്യോ വെളിച്ചെണ്ണ തേച്ചാൽ എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ഓക്കെ. ഈ നെയ്യാണ് പുരട്ടിയേക്കുന്നത് കേട്ടോ. നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ഓരോ തട്ടിലും മാവ് എടുത്ത് വെക്കാം. ഓക്കെ, ഇത് മുകളിലത്തെ തട്ടാണ്. ഞാൻ നമുക്ക് ആദ്യത്തെ തട്ട് വെച്ചിട്ട് മാവ് ഒഴിക്കാം. ഇഡ്ഡലി മാവ് ഒഴിക്കാം കേട്ടോ. മാവ് നമുക്ക് ഉപ്പൊഴിച്ചതിന് ശേഷം ഈ രീതിയിലാക്കണം. ആദ്യം നമ്മൾ മാവ് ഒന്ന് ഇളക്കി കറക്റ്റാക്കണം. നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ച മാവ് നല്ല രീതിയിൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ചേരുവാക്കണം. ഓക്കെ, എന്നിട്ട് തട്ട് വെക്കാം. ആദ്യത്തെ തട്ട് വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു തവിക്ക് ഒരു തവിയാണ് ഒഴിക്കുന്നത്. ആ കുഴിയിൽ ഒരു തവിയാണ് ഒഴിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചാൽ അത് നിറഞ്ഞ് വലുതായി പുറത്ത് വരും. അപ്പോൾ ആ ഷേപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഷേപ്പ് ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ എല്ലാ തട്ടിലും മാവ് ഒഴിക്കണം. ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഓരോ തട്ടിലൊഴിച്ചതിന് ശേഷം മാവ് ഇങ്ങനെ തവി കൊണ്ടൊന്ന് ഇളക്കണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ആ തട്ടിൽ വെക്കുന്ന തട്ടിലും നെയ്യ് തൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും തട്ടിലൊഴിക്കുമ്പോൾ ഇളക്കി വേണം ഒഴിക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് ആ കുഴി നിറച്ച് മാവ് ഒഴിക്കുക. ഒരേ തവി ഒഴിച്ചാൽ മതി. അപ്പം വെന്ത് വരുമ്പം കറക്റ്റായിരിക്കും. ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ രീതിയിൽ ഒഴിച്ച് കറക്റ്റാക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് അടപ്പെടുത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആവും. 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി റെഡിയാവും. നമുക്ക് ആവട്ടെ. ആ നേരത്തിന് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ നോക്കാം. ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. എൻ്റെ തേങ്ങ അരയ്ക്കുകയാണ് ചമ്മന്തിക്ക് വേണ്ടി. നമ്മുടെ ഇഡ്ഡലി വെന്തോന്ന് നോക്കാം. നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇങ്ങനെ കനം കുറഞ്ഞ എന്തെങ്കിലും ഈർക്കലോ വല്ലതും ഇട്ട് നോക്കുമ്പോൾ കറക്റ്റ് നമുക്കറിയാൻ പറ്റും. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ നോക്കാം.
നമുക്ക് തട്ട് എടുക്കാം. നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. പാത്രം നമുക്ക് എടുക്കുക. പാത്രത്തിലെടുത്ത് നമുക്കിങ്ങനെ വെക്കാം. പാത്രത്തിലോട്ട് വെച്ച് നമുക്ക് ചൂട് മാറ്റിയെടുക്കാം. ഓക്കെ, 3 തട്ട്. ചമ്മന്തിക്കുള്ള തേങ്ങയാണ് നമ്മൾ തേങ്ങ ചിരണ്ടുകയാണ്. തേങ്ങ അരയ്ക്കാനായിട്ട് നമ്മൾ ഗ്രൈൻഡർ വാങ്ങിച്ച് ഈ ഗ്രൈൻഡറിനകത്ത് നമുക്ക് പിന്നെ മാവും ആട്ടാം, അതുപോലെ തന്നെ അരിമാവ് ആട്ടിയെടുക്കാം, ദോശമാവോ അപ്പത്തിൻ്റെ മാവ് ആട്ടിയെടുക്കാം, പിന്നെ തേങ്ങയും ചിരണ്ടിയെടുക്കാം. നമ്മൾ തേങ്ങയുടെ കറക്റ്റായിട്ട് അതിൽ ആ ബ്ലേഡിൽ വെച്ചതിന് ശേഷം തേങ്ങ മുറി ഓരോ വശവും ചരിച്ച് കൊടുക്കണം. എന്നാലേ നമുക്കത് കറക്റ്റാവുള്ളൂ, കറക്റ്റായിട്ട് തിരുമാൻ പറ്റുള്ളൂ. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ആ തേങ്ങ ചിരണ്ടിയിട്ട് വേണം ചമ്മന്തി അരയ്ക്കാൻ. അത്ര എളുപ്പത്തിൽ ചെയ്യാമെന്ന് പറയുന്നില്ല. എന്നാലും അതിൻ്റെ കൂടുതൽ ഓപ്ഷനുള്ളപ്പോൾ നമുക്ക് ചെയ്തെടുക്കാം. കേട്ടല്ലേ, ഇപ്പോൾ ഒരു ചിരട്ട നമ്മൾ ചിരണ്ടി എടുത്തതാണ്. രണ്ടാമത്തെ തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആ പൊസിഷനിൽ വെക്കണം. എന്നിട്ട് നമ്മുടെ കൈ പോവാതെ ചരിച്ച് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഈ മിഷൻ്റെ ഉപയോഗമുണ്ട്. കുറച്ച് തേങ്ങ ചിരണ്ടി നമുക്ക് ആവശ്യത്തിന് വച്ചേക്കാം. ഫ്രിഡ്ജിൽ വെച്ചില്ല, കുറച്ചെടുത്താൽ മതി. ഇതാണ് ഈ മിഷൻ്റെ ഉപയോഗം. പിന്നെ ഗ്രൈൻഡറും കൂടെ അരിയും കൂടെ അരച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചിരട്ട നോക്കണം എവിടെയാണ് ഇരിപ്പുള്ളത്. ആ സമയം നമ്മൾ പ്രസ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ചിരട്ടയും കൂടി ഫിനിഷ് ചെയ്തു. ഇതിൻ്റെ എളുപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. പിന്നെ കുത്തിയിരുന്ന് രണ്ടുന്നേരക്കാരൊക്കെ എളുപ്പം ആദ്യം തേങ്ങ കയ്യിൽ ഇങ്ങനെ പിടിക്കണം. നമ്മളുള്ള കയ്യിൽ ഒതുങ്ങണം. ഒതുങ്ങിയിട്ട് ഇവിടെ അതിൻ്റെ നാക്കുണ്ട്, ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്. നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ഈ ബ്ലേഡ് കൊണ്ടാണ് അത് നമുക്ക് ചിരണ്ടി എടുക്കാൻ പറ്റുന്നത്. കണ്ടില്ലേ, നമുക്ക് അങ്ങനെ ചിരണ്ടി എടുത്ത് സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമുക്ക് ആ ബ്ലേഡ് കൊണ്ട് കറങ്ങുമ്പോൾ നമുക്ക് അതൊക്കെ കൈ പോകാതെ വെച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചിരണ്ടി കഴിഞ്ഞതിന് ശേഷം കുപ്പിയിലാക്കി വെച്ച് കുറേശ്ശെ എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ചിരണ്ടുന്നതിൻ്റെ രൂപം നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് നമ്മളെ കൈ പറയുകയും ചിരണ്ടി കഴിഞ്ഞു. ഈ ഡ്രമ്മിനകത്താണ് നമ്മുടെ ചിരണ്ടി തന്നെ നമ്മുടെ ഗ്രൈൻഡർ പൊക്കി എടുത്ത് ചിരണ്ടിയതിന് ശേഷം നമ്മൾ ആക്കിയതിന് ശേഷം നമുക്ക് ഇത്രയും ചിരണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. നമ്മൾ ചിരണ്ടിയ തേങ്ങ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കത് കുപ്പിയിലാക്കി വെക്കാം.
നമുക്ക് അത്രയും ചിരണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ചമ്മന്തിയും കൂടെ അരച്ചിട്ട് ഇഡ്ഡലിയുടെ എടുക്കാം. ഇവിടെ നമ്മുടെ ഇഡ്ഡലിയും ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട്.